all. Interview എന്താണ് പറഞ്ഞിരുന്നോ? എന്താണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഫോർമൽ മീറ്റിംഗ് ആണ് അല്ലെ? ഫോർമൽ മീറ്റിംഗ് ആണ്. One or more persons questions you ask another persons. ഒന്നോ അതിൽ കൂടുതൽ persons ഒരു വ്യക്തിയെ questions ചോദിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്താ ഇന്റർവ്യൂ. ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. ഓക്കെ. ഇനി what are the types of interview? ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? Pattern type, non-directive, text, group discussion, panel interview, choice interview. Okay. ആദ്യത്തേത് നോക്കാം. Pattern or structured interview. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് pattern or structured interview. Such interviews are also called standardized interviews because they are pre-planned to a high degree of accuracy and precision. എന്താണ് പാറ്റേൺ ഓർ സ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? എന്തായിരിക്കാം ഇത്? പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലെ, മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഇന്റർവ്യൂ മെത്തേഡ് ആണ് അല്ലെ. അതിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഉയർന്ന അളവില് കൃത്യതയിലും പിന്നെന്താണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുമായിരിക്കും എന്താ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് നടത്തപ്പെടുന്നത്. ഓക്കെ. അത് സ്ട്രക്ചേർഡ് ആയിട്ടില്ലേ, ഘടനയുടെ സ്ട്രക്ചറിലായിരിക്കും കുറെ കാര്യങ്ങൾ കുറെ സ്റ്റെപ്പ് ബൈ ടൈപ്പ് ആ ഇന്റർവ്യൂസ് നടത്തപ്പെടുന്നു. പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഉയർന്ന അളവിലുള്ള കൃത്യതയും മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടായിരിക്കും എന്താ ഈ തരത്തിലുള്ള പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് നടത്തപ്പെടുന്നത്. കേൾക്കുന്നുണ്ടോ ശബ്ദം നിങ്ങള്? വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. യെസ്. എന്താണ് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയാൻ കാരണം എന്താണ്? പ്രീ പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അതിന്റെ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് എന്താ സ്ട്രക്ചേർഡ് ഓർ അല്ലെങ്കിൽ പാറ്റേൺ ഇന്റർവ്യൂ. വ്യക്തമായ പാറ്റേണിലായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ. സെക്കൻഡ് ടൈപ്പ് ആണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? It does not have a structure and is relatively not planned as to format. എന്താണ് ഇത്? പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. ഈ ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. നോൺ പ്ലാൻഡ് ആയിരിക്കും. In such interview, applicant is asked some very general questions. ഈ ഒരു മെത്തേഡിൽ എന്തായിരിക്കും? ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആപ്ലിക്കൻസിനോട് ചോദിക്കുന്നത്. കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നത് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ജനറൽ ക്വസ്റ്റ്യൻസ്, പൊതുവായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കപ്പെടുന്നത്. And he may reply to these in any way. അല്ലെ, അത് ഏത് രീതിയിൽ ഉത്തരം പറയുകയും ചെയ്യാം. Likes for a considerable length of time. ആൾക്ക് ഇഷ്ടമുള്ള സമയമെടുത്ത് അതിന് ആൻസർ പറയാനുള്ള ഒരു സൗകര്യം കൂടി ഇതിലുണ്ട്. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂയിലുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വരുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ്? സ്ട്രക്ചേർഡ് അല്ല, ഒരു നോൺ പ്ലാൻഡ് ആണ്. പ്രത്യേകമായ ഒരു പ്ലാനിങ്ങും അതിലില്ല. ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് ചോദിക്കുന്നത്. ആപ്ലിക്കന്റിന് എന്താണ് ഇഷ്ടമുള്ള വേയില് എത്ര സമയം എടുക്കുകയാണെങ്കിലും അതിന്റെ ആൻസർ അവർക്ക് പറയാനുള്ള ഒരു സൗകര്യം കൂടി ഇത്തരത്തില് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂസില് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ക്ലിയർ ആണോ? അത് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ക്ലിയർ ആണോ? യെസ്. ഇനി അപ്പൊ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്തായിരിക്കും? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ വായിച്ചു നോക്കിയേ. യെസ്. സെമി സ്ട്രക്ചർഡ്. ഇറ്റ് ഈസ് സെമി സ്ട്രക്ചർഡ് ഇൻ നേച്ചർ അല്ലെ. സെമി സ്ട്രക്ചേർഡിലായിരിക്കും. ആ ഫുള്ളി സ്ട്രക്ചേർഡ് അല്ല, ഒരു സെമി അല്ലെ.
കുറച്ച് പാറ്റേൺസ് ഒക്കെ അതിൽ ഉണ്ടായിരിക്കും. The typical subject discussed at such interviews consist of the candidate's home life. ഇവിടെ കുറച്ച് പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഇവിടെ ചോദ്യാവലിക്കായിട്ട് തയ്യാറാക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും? കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ് അല്ലെ, ആളുടെ ഹോം ലൈഫ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈനിങ് ഇൻട്രസ്റ്റ് ആണ്, ഹോബീസ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ടിപ്പിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രമായിരിക്കും ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂവില് ചോദിക്കപ്പെടുന്നത്. അതായത് ആളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിന് സെൽഫ് ഇൻട്രൊഡ്യൂസ് അല്ല, ആളെ കുറിച്ച് ഡെപ്തില് ആളെ കുറിച്ച് എന്താണ് ആധികാരികമായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂസില് ഉൾപ്പെടുത്തുക. അല്ലെ, അയാളുടെ പേഴ്സണൽ ലൈഫ് വരവില് ചോദ്യം, പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, ഹോബീസ്, വീട്ടിലുള്ള ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട്സ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, എല്ലാ കാര്യവും അതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അതായത് സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും, സബ്ജക്ട്സുകളായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Next type എന്താണ്? Group or discussion interview. In this type of interview, groups rather than individuals are interviewed. എന്താണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത? എന്തായിരിക്കാം? വ്യക്തികളെക്കാൾ കൂടുതൽ ഇവിടെ ഗ്രൂപ്പുകളായിരിക്കും ഇന്റർവ്യൂ നടത്തപ്പെടുന്നത് അല്ലെ. വ്യക്തികളെക്കാൾ ഗ്രൂപ്പുകളായിട്ടാണ്, ഇൻഡിവിജ്വൽ ആയിട്ടല്ല, അവിടെ ഗ്രൂപ്പായിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും നടത്തപ്പെടുന്നത്. ഒരാളെ അല്ല, അത് ഗ്രൂപ്പായിട്ടായിരിക്കും അവിടെ ഇന്റർവ്യൂ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. This type of interview, group rather than individuals are interviewed. Okay. Group or discussion interview clear ആണോ? Yes. അപ്പൊ പാനൽ ബോർഡ് ഇന്റർവ്യൂ എന്തായിരിക്കും? പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. This type of interview, candidates interviewed by a number of interviewers. ഒരു പാനൽ ടീം ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഒന്നോ അതിൽ കൂടുതലോ മെമ്പേഴ്സ് ഉണ്ടാവും. ഒരു പാനൽ ടീം ആയിരിക്കും ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഒരാളായിരിക്കില്ല പാനൽ ടീം. പാനൽ ഡിസ്കഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പാനൽ ഡിസ്കഷൻസിൽ എന്താണ്, ഒരുപാട് പേരായിരിക്കും, 10-15 പേരെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാവരും തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇന്റർവ്യൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ 1-2 പേര് മാത്രമേ ചിലപ്പോൾ ചോദിക്കാതിരിക്കുള്ളൂ. ഓക്കെ, എങ്കിലും എന്താണ് അത്രയും ഉള്ളതില് പകുതി മുക്കാൽ പേരും എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. പാനൽ ആയിരിക്കും ആളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഒരു ടേബിളിൽ ചുറ്റും ഇരുന്നിട്ട് കുറെ ആൾക്കാരുണ്ടായിരിക്കും, അവരായിരിക്കും ആപ്ലിക്കന്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കും ആ ഇന്റർവ്യൂ നടത്തപ്പെടുന്നത്. ഓക്കെ, സ്ട്രെസ് ഇന്റർവ്യൂ. ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? സ്ട്രെസ് ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്ട്രെസ് ഇന്റർവ്യൂ എന്താണ്? സ്ട്രെസ് ഇന്റർവ്യൂ, യെസ്, ഇന്റർവ്യൂ undertaken unfriendly manner, അല്ലെ, അൺഫ്രണ്ട്ലി റോൾ ടുവാർഡ് ദ ആപ്ലിക്കന്റ്. ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ അൺഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അയാളോട് സംസാരിക്കുന്നത്. അതായത് ആളോട് യാതൊരു തരം വലിയ പേഴ്സൺ എന്ന രീതിയിൽ എന്താണ് ഒരു അടുപ്പവും കൂടാതെ, തന്നോട് അടുപ്പം കൂടാതെ ആയിരിക്കും സംസാരിക്കുന്നത്. He deliberately puts him on the defensive by trying to annoy, embarrass or frustrate him. എന്താണ് ആളെ മാക്സിമം ചോദ്യം ചോദിക്കുന്ന ആപ്ലിക്കന്റിനെ, ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന ആപ്ലിക്കന്റിനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന രീതിയിൽ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ അവരെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ആണ്. കാരണം എന്തിനാണ്, ഇയാള് ആ ഒരു സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ആൾ എത്രത്തോളം ടെമ്പർ ആവുന്നു, ഏതൊക്കെ സിറ്റുവേഷൻസിൽ ആള്
ദേഷ്യപ്പെടുന്നുണ്ടോ, ആ സാഹചര്യങ്ങൾ എങ്ങനെ അയാൾ ഹാൻഡിൽ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് to find out how a candidate behaves in a stress situation where he loses his temper, get confused or affected. സ്ട്രെസ് സിറ്റുവേഷൻ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതറിയാൻ വേണ്ടിയിട്ടാണ് അൺഫ്രണ്ട്ലി മാനറിൽ അവരുടെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. മാക്സിമം ടെൻഷൻ അടുപ്പിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ചില കാൻഡിഡേറ്റ്സ് എന്താണ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ അവര് ഇന്റർവ്യൂ എത്തിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്താണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഇന്റർവ്യൂവിൽ അവരെ വിജയിക്കുക. ചിലവരെ പറ്റാത്തവരെന്താണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ആളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് മാക്സിമം എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെ അയാള് കൺഫ്യൂസ്ഡ് ആവാണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഏതാണെന്ന് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അൺഫ്രണ്ട്ലി മാനറിലായിരിക്കും ഇന്റർവ്യൂ നടത്തപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണുള്ളത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണുള്ളത്? പാറ്റേൺ ഇന്റർവ്യൂ അല്ലെ? പാറ്റേൺ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണ്? പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂ ആയിരിക്കും അല്ലെ? പാറ്റേൺ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂ ആയിരിക്കും. യെസ്. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണ്? നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ഇത് നോൺ പ്ലാൻഡ് ആയിരിക്കും അല്ലെ? നോൺ പ്ലാൻഡ് ഫോർമാറ്റിലായിരിക്കും നടത്തപ്പെടുന്നത്. ആപ്ലിക്കൻസിനോട് വെരി ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പിന്നെന്താണ് ആവശ്യത്തിന് സമയം എടുക്കും. കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം എടുക്കുന്ന ആൾക്ക് അതിനുള്ള ആൻസർ പറയാനുള്ള ഒരു ഫീൽ ഫ്രീ ആയിരിക്കും. എന്താ ഫീൽ ഫ്രീ ആയിട്ടായിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അടുത്തത് ഏതാണ്? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. എന്താണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ? സെമി സ്ട്രക്ചേർഡ് ആണ്. സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ. ടിപ്പിക്കൽ സബ്ജക്റ്റുകളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ സബ്ജക്റ്റുകളായിരിക്കും? ഹോം ലൈഫ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഹോബീസ്. ഇത്തരം കാര്യങ്ങളായിരിക്കും ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ഇനി അടുത്ത എന്താണ്? ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. പ്രത്യേകത എന്താണ്? ഗ്രൂപ്പ് റാത്തർ ഇന്റർവ്യൂ അല്ലെ? ഇവിടെ ആരായിരിക്കും ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത്? കമ്പനിയായിരിക്കും അവിടെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് പാനൽ ബോർഡ് ഇന്റർവ്യൂ. Candidates interviewed by number of interviewers അല്ലെ? ഒരു കാൻഡിഡേറ്റിനെ ഒരു പാനൽ ടീം ആയിരിക്കും അല്ലെ? പാനൽ ടീം ആയിരിക്കും കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെസ് ഇന്റർവ്യൂ എന്താണ്? സ്ട്രെസ് ഇന്റർവ്യൂ അൺഫ്രണ്ട്ലി മാനറിൽ ഇന്റർവ്യൂ മെത്തേഡ് ആണ് സ്ട്രെസ് ഇന്റർവ്യൂ മെത്തേഡ്. Okay, this is done in order to find out how a candidate's behave in stress situation, whether he loses his temper, gets confused or frightened, handle stress situation. Okay, clear ആണോ? Type of interviews clear ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രമോഷൻ. വാട്ട് ഈസ് പ്രമോഷൻ?
എന്താണ് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ഒരു അർത്ഥത്തിൽ പറഞ്ഞേ, മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞേ. അഡ്വർടൈസിംഗ് ആണോ? The promotion means the transfer of an employee to a job which pays more money or one that carries a preferred status. അല്ലേ, ഒരാളെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുന്നു അല്ലെ, സ്ഥാനം കയറ്റപ്പെടുന്നതിനാണ് പറയുന്നത് പ്രമോഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആളെ മാറുന്നതിനനുസരിച്ച് എന്താണ്, ആളുടെ എന്തിലൊക്കെ വ്യത്യാസം വരും, സ്റ്റാറ്റസിൽ വ്യത്യാസം വരും അല്ലെ. സ്റ്റാറ്റസ് മാറുന്നു, സാലറി വേജസ് മാറുന്നു, ഇത്തരം കാര്യങ്ങൾ എന്താണ് ആൾക്ക് ആ ജോബില് മാറ്റങ്ങൾ ഉണ്ടാകും. The normal policy to take merit into the consideration sometimes length of services. ഇനി ഏതൊക്കെ രീതിയിലാണ് ഒരു എംപ്ലോയീസിന് പ്രമോഷൻ ലഭിക്കുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ലെങ്ത് ഓഫ് സർവീസസ് അല്ലെ, ആ വർക്ക് ചെയ്തിരിക്കുന്ന ആ കാലാവധി അനുസരിച്ച് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്ന, ഇത്ര വർഷം വർക്ക് ചെയ്തു അല്ലെ, ഇത്ര വർഷം വർക്ക് ചെയ്തു, ഇത്ര കാലയളവിൽ ആള് വർക്ക് ചെയ്തപ്പോ ആളെ മറ്റൊരു പൊസിഷൻസിലേക്ക് മാറ്റാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അതാണ് ലെങ്ത് ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ അല്ല, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിഫിക്കേഷനിൽ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കാം അല്ലെ. ഹൈ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കും എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നു. ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്. എന്താണ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് അടുത്ത പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു കോഴ്സോ അല്ലെങ്കിൽ എക്സാമോ അറ്റൻഡ് ചെയ്ത് വരുമായിരിക്കും അല്ലെ. ഒരു പരിശീലന കോഴ്സ് അടുത്തൊരു പ്രമോഷനിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അത് കംപ്ലീറ്റ് ചെയ്തത് അതില് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് പ്രമോഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താണ് പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി. ആളുടെ മറ്റ് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ഗുഡ് പെർഫോമൻസിന്റെ ആ ഒരു ഹിസ്റ്ററിയിൽ നന്നായിട്ട് അയാള് ആ ജോലിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അയാളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത്, അയാൾക്ക് പ്രമോഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, വർക്ക് ഹിസ്റ്ററി ആർ ഫാക്ടേഴ്സ് വിച്ച് ആർ ഗിവൻ while deciding on a promotion. അപ്പോ ഒരു എംപ്ലോയിക്ക് പ്രമോഷൻ കിട്ടേണ്ടുള്ള കുറച്ച് ഫാക്ടേഴ്സിലാണ് എന്തൊക്കെയാണ്, ലെങ്ത് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ, അണ്ടർലൈൻ ചെയ്യാട്ടോ. Length of services, education, training courses, previous work history, etc. Factors of promotion. Promotion പ്രത്യേക ഫാക്ടേഴ്സുകളാണ് എന്ത് പറഞ്ഞതെല്ലാം കേട്ടോ. Point to underline ചെയ്യണേ. Promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. Okay, അതും കൂടി underline ചെയ്യാട്ടോ. Next, പ്രമോഷൻ പറഞ്ഞു. ഇനിയിപ്പോ എന്തായിരിക്കും ഡിമോഷൻ. Demotion means the lowering down of the status. Demotion എന്ന് പറഞ്ഞാൽ എന്താണ്, lowering down of status അല്ലെ, ഒരു പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് അല്ലെ, ഒരു പൊസിഷനിൽ നിന്ന് കീഴോട്ടാകും, ഒരു പൊസിഷനിൽ നിന്ന് ലോവർ പൊസിഷനിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡിമോഷൻ. ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കാം അത്? Salary and responsibility of an employee. Opposite the sense that they keep the employee vigilant and alert to the responsibilities and duties. അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള അനഗറ്റീവ് ബിഹേവിയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ എന്താണ് ആളെ ഡിമോഷൻ ചെയ്യാം അല്ലെ, സ്ഥാനം ഇറക്കാം അല്ലെ, ഏതെങ്കിലും പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റി നിർത്താം അല്ലെ, വേറെ പൊസിഷനിലേക്ക് ആൾ മാറ്റി നിർത്താം. അപ്പൊ എന്താണ് ആളുടെ റെസ്പോൺസിബിലിറ്റീസ് കുറയ്ക്കും. പിന്നെന്താണ് അതുപോലെ തന്നെ സാലറീസ് ഒക്കെ അധികം കട്ട് ചെയ്യപ്പെടും അല്ലെ, സാലറീസ് ഒക്കെ കൊടുക്കും. എന്തെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ് ബിഹേവിയർ എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും അല്ലെ.
വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെർഫോമൻസിൽ മോശമായ പ്രകടനങ്ങൾ എന്തെങ്കിലും കാഴ്ചവെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആളെ ഡിമോട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഡിമോഷൻ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഡിമോഷൻ serve a useful purpose in the sense that they keep the employees vigilant and alive to the responsibilities and duties. അതായത് ഇത്തരം കാരണത്താൽ എന്താണ്, കുറച്ചുപേര് ഇതുപോലെ പെർഫോം ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ എന്താണ്, ആ ജീവനക്കാരെ നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറയ്ക്കാനും, അത് മാത്രമല്ല എന്താണ്, ഇമോഷൻ കൊടുക്കുന്നത് വഴി എന്താണ് ആ ഓർഗനൈസേഷന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെ പെർഫോമൻസിൽ വീക്കായിട്ട് കാണിക്കുന്നവരെ കണ്ടുപിടിക്കാനും പിന്നെന്താണ് അവരതിൽ നിന്ന് മാറ്റി ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനം സുഗമമായിട്ട് നമുക്ക് നടത്താനും സാധിക്കും, അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ കുറച്ചതിന് ശേഷം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ ആളെ ഡിമോഷൻ ചെയ്ത് മാറ്റി മറ്റൊരാൾ അവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് മറ്റൊരാൾക്ക് ഇവിടെ പ്രമോഷൻ കൊടുത്തിട്ട് എന്താണ് ആ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഡിമോഷൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സും കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മോശമായിട്ടുള്ള ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ ഒരു കാര്യം കൂടി നോക്കണമല്ലോ. എപ്പോഴും പ്ലസ് പോയിന്റുകൾ മാത്രം നോക്കിയിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പൊ ഡിമോഷൻ ഏതൊക്കെ വ്യക്തികൾ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നിവ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ പദവിയും അവരുടെ സ്റ്റാറ്റസും അതുപോലെ അവരുടെ സാലറി ഒക്കെ കുറയ്ക്കുന്നത്, റെസ്പോൺസിബിലിറ്റീസ് അടക്കം കുറയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് ഡിമോഷൻ എന്ന്? ഇനി നെക്സ്റ്റ് ക്ലിയർ ആണോ? അത് പ്രമോഷൻ ഡിമോഷനും ക്ലിയർ ആണോ? ട്രാൻസ്ഫർ എന്താകും നോക്കാം. എന്താണ് ട്രാൻസ്ഫർ? Transfer is a horizontal or lateral movement of an employee from one job. Placement, yes, very good. Transfer എന്ന് വെച്ചാൽ ഒരാളെ മറ്റൊരു പ്ലേസിലേക്ക് മാറ്റാം അല്ലെ, പ്ലേസ്മെന്റ് കൊടുത്ത് മാറ്റാം. Section, department or position to another at the same or another place for the salary, status, responsibilities are the same. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളെ ഒരു പ്ലേസ് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമ്മൾ മാറ്റുകയാണ് അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ ചേഞ്ച് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ പ്ലേസ് മാത്രം അവിടെ ചേഞ്ച് ചെയ്യുന്നു. ആൾക്ക് ചെയ്തിരുന്ന റെസ്പോൺസിബിലിറ്റീസും സാലറീസും ഡിപ്പാർട്ട്മെന്റും പൊസിഷനൊക്കെ എന്തായിരിക്കും? സെയിം, അതൊക്കെ തന്നെയായിരിക്കും അല്ലെ. ആ പ്ലേസ് മാത്രമേ അവിടെ മാറുന്നുള്ളൂ. അവിടെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ. This generally does not consist of a promotion, demotion or change in job status, other than movement from one job or place to another. Promotion, demotion പോലെയല്ല. പ്രൊമോഷൻ ചെയ്യുമ്പോൾ എന്താണ് ആൾക്ക് സാലറി ബേസിലൊക്കെ മാറ്റം ഉണ്ടായിരിക്കും. ഡിമോഷൻ ചെയ്യുമ്പോൾ അത് വെട്ടിക്കുറയ്ക്കും. പക്ഷെ അതുപോലെയൊന്നല്ല ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആളുടെ റെസ്പോൺസിബിലിറ്റീസിനോ സാലറിക്കോ പൊസിഷൻസിനോ ഒന്നും എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അതൊക്കെ സെയിം ആയിട്ടായിരിക്കും കേട്ടോ. ഇന്റർലൈൻ ചെയ്ത് പോണേ. ഓക്കെ, ട്രാൻസ്ഫേഴ്സ് ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. ട്രാൻസ്ഫേഴ്സ് ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് ട്രാൻസ്ഫർ എന്തിനാണ് കുറച്ചുകൂടി അഫക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? കൂടുതൽ തൃപ്തികരമുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ട് വർക്ക് ടീമിനെ കണ്ടെത്താനായിട്ട് ഈ ട്രാൻസ്ഫർ കൂടുതൽ ഫലപ്രദമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കൂടുതൽ തൃപ്തരായിട്ടുള്ള വർക്കേഴ്സിനെ വർക്ക് ടീമിനെ എത്തിപ്പെടുത്താനായിട്ട് ട്രാൻസ്ഫർ പൊതുവെ സഹായിക്കുന്നു. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നല്ല ടീമിനെയാണ് നമുക്ക് കിട്ടുന്നത്. സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു നല്ല വർക്ക് ടീമിനെ അല്ലെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾ ഇവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യണേ. മൂവ്മെന്റ് ഫ്രം one job or place to another. Movement from one job or place to another. ഇതും കൂടി അണ്ടർലൈൻ ചെയ്യാം. Transfers are generally affected to build up a more satisfactory work team. Transfers are generally affected to build up a more satisfactory work team. Okay. Clear ആണോ എന്താ ട്രാൻസ്ഫർ എന്താണെന്ന്? Yes. അടുത്തത് പറഞ്ഞോട്ടെ എന്നാ സെപ്പറേഷൻസ് എന്താന്ന് പറയട്ടെ. ഇപ്പൊ എന്തായിരിക്കും സെപ്പറേഷൻസ് എന്ന് പറഞ്ഞ? സെപ്പറേഷൻസ് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? സെപ്പറേഷൻസ് യെസ് വേർതിരിക്കുക അല്ലെങ്കിൽ എന്താണ് വിട്ടയക്കുക എന്നുള്ളത് മീനിങ് കേട്ടോ. ആരൊക്കെയാണ് സെപ്പറേറ്റഡ് ആയ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പോകുന്നത്? Separations mean termination of services. Yes, termination of services of agreement with the organization for some reasons. Separation എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാലയളവിലേക്ക് ഏതെങ്കിലും പീരീഡ് ഓഫ് സർവീസിന്റെ സമയത്ത് ഏതെങ്കിലും കാലയളവിലേക്ക് എന്തെങ്കിലും കാരണത്താല് ആ ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിട്ടു പോകുന്ന കുറച്ച് എംപ്ലോയീസുകൾ ഉണ്ടായിരിക്കും അല്ലെ. ടൈപ്പ് ഓഫ് കാരണങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരാണ് എന്താ സെപ്പറേഷൻ കാറ്റഗറീസ് ഉൾപ്പെടുന്നവര്. ഓക്കെ, എംപ്ലോയീസ് മേ ബി സെപ്പറേറ്റഡ് ഫ്രം payroll of an organization because എന്താണ് ഇനി പറയുന്ന കാരണങ്ങൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന 4 കാരണങ്ങളാണ് എന്ത് ഒരു സ്ഥാപനത്തിന്റെ ശമ്പള പട്ടികയിൽ നിന്ന് എംപ്ലോയീസിനെ അവിടുന്ന് ജീവനക്കാരെ വേർപെടുത്തുന്ന കുറച്ച് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ശമ്പള പട്ടികയിൽ നിന്ന് പേറോൾ ഓഫ് ആൻ ഓർഗനൈസേഷനിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ജീവനക്കാരുടെ കുറച്ച് കാരണങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അതെങ്ങനെ സെപ്പറേറ്റഡ് ആക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാരണം എന്താണ്? റെസിഗ്നേഷൻ. എന്താണ് റെസിഗ്നേഷൻ? റിസൈൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ നമ്മള്? റിസൈൻ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? Yes, resignation may be put into voluntarily by the employee on account of health, physical disability. അതായത് റിസൈൻ ചെയ്തു പോകുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പിരിഞ്ഞു പോകാനുള്ള പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും? ഹെൽത്ത് അല്ലെ, ഒന്ന് ആരോഗ്യപരമായ എന്തെങ്കിലും കാരണങ്ങളാവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങള്, then better opportunities elsewhere അല്ലെ, മറ്റേതെങ്കിലും ഓർഗനൈസേഷന് നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. then reasons of marriage etc. എന്താണ് ഇപ്പൊ വിവാഹം വിദേശത്താണ്, വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോകേണ്ട ചിലപ്പോ ഒരാവശ്യമുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഓർഗനൈസേഷനിൽ നിന്നും സെയിം ചെയ്യുന്നതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ റെസിഗ്നേഷൻ കൊടുക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളാണ് എന്തൊക്കെയാണ്? ഹെൽത്ത് അല്ലെ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ആവാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ശാരീരിക വൈകല്യങ്ങളാവാം, then better opportunities കിട്ടിയിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് റീസൺ ഓഫ് മാരേജ് എക്സെട്ര. ഇത്തരം കാരണങ്ങളാലാണ് എംപ്ലോയീസ് ചിലപ്പോ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണങ്ങൾ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാരണം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഒന്നാമത്തെ കാരണം ക്ലിയർ ആണോ? ഒന്നാമത്തെ റീസൺ. നെക്സ്റ്റ് സെക്കൻഡ് റീസൺ ആണ് എന്ത്? ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. Discharge and dismissal. A discharge involves permanent termination of an employee from the
payroll because of violation of rules or for insufficient performance. എന്തായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക, ഒരാളെ ഡിസ്മിസ് ചെയ്യാന്ന് പറയുന്നതിന് കാരണം ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കാം അല്ലെ. ആടെ ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് കാണിച്ചിരിക്കാം, എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാണിച്ചിരിക്കാം അല്ലെ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആവുന്ന രീതിയിലുള്ള ബിഹേവിയർ കാണിച്ചിരിക്കാം അല്ലെ, അല്ലെങ്കിൽ വർക്ക് പെർഫോമൻസ് മോശമായി കാണിച്ചിരിക്കാം അല്ലെ, വർക്കേഴ്സിനോടോ മറ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥരോടോ മോശമായി ബിഹേവ് ചെയ്യുക. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ആളെ ആ എംപ്ലോയിനെ എന്തായിരിക്കും ചെയ്യുക, ഡിസ്മിസ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും അല്ലെ, ആളെ പുറന്തള്ളുന്നതായിരിക്കും, പിരിച്ചുവിടുന്നതായിരിക്കും, ആളെ പിരിച്ചുവിടുന്നതായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ആളെ ഡിസ്മിസ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തു എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. യെസ്. അതാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് കാണിച്ചാൽ മാത്രമായിരിക്കും ആളെ ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുക. തേർഡ് റീസൺ എന്താണ്? സസ്പെൻഷൻ. ആളെ സസ്പെൻഡ് ചെയ്യുക. എങ്ങനെയാണ് സസ്പെൻഷൻ? യെസ്, terminate from work അല്ലേ. Suspension refers to an HR related action, അല്ലെങ്കിൽ human resource related ആയിട്ടുള്ള ആക്ഷൻ ആണ് എന്താ സസ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. Employees is terminated from work for a specific period of time. അല്ലെ, ഒരു സ്പെസിഫിക് പീരീഡ്, പ്രത്യേക ടൈം പീരീഡിലാണ് ഇത്ര കാലത്തേക്ക് ആളെ സസ്പെൻഡ് ചെയ്യുന്നു, പുറത്താക്കുന്നതാണ് എന്താ സസ്പെൻഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി വിത്തൗട്ട് പേ. അങ്ങനെ സസ്പെൻഡ് ആവുന്ന സമയത്ത് എന്താണ്, വിത്തൗട്ട് പേ ആയിരിക്കും, ആൾക്ക് സാലറി ഉണ്ടായിരിക്കില്ല. ആസ് ഫോം ഓഫ് എ ഡിസിപ്ലിനറി ആക്ഷൻ. എന്താണ്, നിശ്ചിത സമയത്തേക്ക് ആളെ മാറ്റി നിർത്തുകയും ചെയ്യും, ആൾക്ക് ശമ്പളമില്ലാത്ത ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ പിന്നെന്താണ് ആസ് എ ഫോം ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ. ആക്ഷൻ പ്രകാരം എന്താണ് ആളെ എന്താണ് ജോലി ഇല്ലാത്ത പേ ചെയ്യാതെ അല്ലെ വിത്തൗട്ട് പേ ആയിരിക്കും, ആൾക്ക് ശമ്പളം ഇല്ലാതെ ആയിരിക്കും ആളെ സസ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും പെർട്ടിക്കുലർ കാരണങ്ങളായിരിക്കാം. പിന്നെ സസ്പെൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള കാരണങ്ങളാകാം ആളെ പിരിച്ചുവിടാനുള്ള കാരണങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് സസ്പെൻഷൻ. നെക്സ്റ്റ് ലേ ഓഫ്. എന്താണ് ലേ ഓഫ്? ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? Lay off, it refers to an indefinitive termination of the employee from the payroll owing to factors which cannot be controlled by the employer. The purpose of a layoff is to lessen financial burden on an organization when human resources cannot be utilized in a proper manner. എന്താണ് ലേ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാല് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ, എംപ്ലോയീസിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നതാണെന്ന് പറയുന്നത് അല്ലെ. പ്രവർത്തനം നിയന്ത്രിക്കുക എന്നതാണ് എന്താ ലേ ഓഫിന്റെ അർത്ഥം. പ്രവർത്തനം നിയന്ത്രിക്കുക. എന്താണ് പറയുന്നത്? തൊഴിലുടമയായി നിയന്ത്രിക്കാൻ കഴിയാത്ത, അതായത് എംപ്ലോയീസുമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത എന്തെങ്കിലും തരം കാരണങ്ങളിൽ നിന്ന് എന്താണ് ജീവനക്കാരനെ അനിശ്ചിത കാലത്തേക്ക് പിരിച്ചുവിടുന്ന ഒരു സൂചിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്താ ലേ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോ ആളെ ഒരു നിശ്ചിത കാലയളവിലേക്ക് അല്ലെ അനിശ്ചിത കാലത്തേക്ക് ആളെ പിരിച്ചുവിടുന്നത് സൂചിപ്പിക്കുന്നതാണ് എന്താ ലേ ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേർപ്പസ് ഒരു പേർപ്പസ് ഉണ്ട്. അതായത് എന്താണ് layoff is a lessen the financial burden on an organization when human resource cannot be utilized in a proper manner. എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യവിഭവശേഷി ശരിയായ രീതിയിൽ അല്ലെ ഹ്യൂമൻ റിസോഴ്സിന് നമ്മള് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തില് എന്താണ്
ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള സാമ്പത്തിക ഭാരം അല്ലെ, ഒരു സ്ഥാപനത്തിൽ എന്താണ് ഒരു ബേർഡൻ ഉണ്ടായിരിക്കും, ഒരു ഓർഗനൈസേഷൻ എന്താണ് ഭാരമായിട്ട് മാറാതെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, ഓരോ ഹ്യൂമൻ റിസോഴ്സ് മാൻ പവേഴ്സ് ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലും തരത്തിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് എന്താണ് നമ്മൾ അവരെ ഒരു അനിശ്ചിത കാലത്തേക്ക് അവരെ മാറ്റി നിർത്തുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനെ അല്ലെ ഒരു കമ്പനിക്ക് ഭാരമാവാത്ത രീതിയിൽ എന്താണ് അവരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ലേ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഇവിടെ പറയുന്നത്? എ ഫിനാൻഷ്യൽ ബേർഡൻ ഓർ ആൻ ഓർഗനൈസേഷൻ. അവർക്കൊരു സാമ്പത്തികമായിട്ടൊരു ഇത്രയും ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മള് ആ ഒരു സ്ഥാപനത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് വളരെയധികം ബുദ്ധിമുട്ട് ആ ഒരു ഓർഗനൈസേഷൻ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തില് ആ ഒരു ഭാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു അനിശ്ചിതകാല പീരീഡിലേക്ക് ആ എംപ്ലോയീസിനെ നമ്മള് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ പിരിച്ചുവിടുന്നത്. ഓക്കെ, മനസ്സിലായോ? ലേ ഓഫ് എന്താന്ന് മനസ്സിലായോ? വർക്കേഴ്സിന്റെ ജോബ്സുകൾ എൻഡ് ചെയ്യിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ലേ ഓഫ് എന്ന് പറയുന്നത്. വർക്കേഴ്സിന്റെ ജോലികളെ നിർത്തിവെക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ ലേ ഓഫ് എന്ന് പറയുന്നത്. നിശ്ചിത പീരീഡിലേക്ക് നിർത്തിവെക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ലേ ഓഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലേ ഓഫ് മനസ്സിലായോ? യെസ്. സെപ്പറേഷൻസും കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഓർഗനൈസേഷനിൽ സെപ്പറേറ്റഡ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. ഇതൊക്കെ റീസൺ മൂലമാണ് എംപ്ലോയീസുകൾ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത്. ഒന്നാമത്തത് റെസിഗ്നേഷൻ അല്ലെ, അത് രാജിവെച്ചു പോകുന്നത് അല്ലെങ്കിൽ റിസൈൻ ചെയ്തു പോകുന്നത്. ഇതൊക്കെ കാരണങ്ങളാണ് ഹെൽത്ത്, ഫിസിക്കൽ ഡിസബിലിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റീസൺ ഓഫ് മാരേജ്. ഇത്തരം കാരണങ്ങളാണ് അവർ റിസൈൻ ചെയ്തു പോകുന്നത്. ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത് അല്ലെ, ആളെ എന്തെങ്കിലും തരത്തില് നെഗറ്റീവ് ബിഹേവിയറോ വയലേഷൻസോ അവിടുത്തെ റൂൾസോ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആളെ ഡിസ്മിസ് ചെയ്യപ്പെടുന്നു, ആളെ പിരിച്ചുവിടുന്നു. സസ്പെൻഷൻ, എംപ്ലോയീസിന് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പ്രക്രിയകളോ അല്ലെങ്കിൽ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലാണ് പിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് സസ്പെൻഷൻ. അവിടെ വിത്തൗട്ട് പേ ആയിരിക്കും, എല്ലാവർക്കും വിത്തൗട്ട് പേയിലായിരിക്കും ആളെ പിരിച്ചുവിടുന്നത്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? Termination of the employees from the payroll owing to the factors which cannot be controlled by the employer അല്ലെ. തൊഴിലാളികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ആൾക്കാരെ ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു ബാധ്യത ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിരിച്ചുവിടുന്നതിനായിട്ടാണ് എന്താ ലേ ഓഫ് ചെയ്യപ്പെടുന്നത്. ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ നമ്മൾ ലേ ഓഫ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 റീസൺസ് മൂലമാണ് എന്താണ് എംപ്ലോയീസുകൾ സെപ്പറേറ്റഡ് ആയി പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതും കൂടി നോക്കാം കേട്ടോ. എംപ്ലോയി ട്രെയിനിങ്. ഇതൊന്നും ഒരാൾ വായിച്ചു, ഒന്ന് വായിക്കാമോ? ഒരാളൊന്ന് വായിച്ചു എംപ്ലോയി ട്രെയിനിങ് ഒന്ന് വായിച്ചു പാരഗ്രാഫ് വായിക്കും.
വായിച്ചോളൂ, മൈക്രോഫോൺ ഓൺ ആണ്. വായിക്കൂ. വായിക്കൂല. എന്ത് പറ്റി വായിക്കാത്ത? എന്താണ്? ഞാൻ വായിക്കാം. വായിച്ചോളൂ. Employee training. Training is a process of learning a series of programmed behavior. It is application of knowledge. It makes people aware of the rules and procedures to manage their behavior. It tries to refine their performance on the current job or make them ready for an intended job. Primary purposes of training are to increase productivity, to upgrade quality, to help an organization fulfill its future personal needs, to improve organizational climate, to improve health and safety, obsolescence prevention, and for personal growth. എന്തിനാണ് റീന നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം എംപ്ലോയീസിന്? പറഞ്ഞറിയാവുന്ന രീതി പറഞ്ഞാൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ ജോലി പരിചയം വരാന്. യെസ്, വെരി ഗുഡ്. ഓക്കെ അല്ലെ, ട്രെയിനിങ് ഈസ് എ പ്രോസസ്. ഒരു പ്രോസസ് ആണ്. പ്രോസസ് ഓഫ് ലേണിംഗ് സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ അല്ലെ. ഒരു പ്രോഗ്രാംഡ് ബിഹേവിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ്. ലേണിംഗ് സീരീസ് ആണ് ട്രെയിനിങ് അഥവാ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ. Is the application of knowledge. It makes people aware of the rules and procedures to manage their behavior. അതായത് അവർക്ക് ഏത് ജോലിയാണോ ചെയ്തത് അവരുടെ നോളജ് ഏതൊക്കെ രീതിയിൽ അവിടെ എന്താണ് കൊണ്ടുവരാം, ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഒരു ബിഹേവിയർ, നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും പരിശീലനം കൊടുക്കുന്നതാണ് എന്ത് എംപ്ലോയീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. It tries to refine their performance അല്ലെ. പ്രത്യേകിച്ച് നമ്മളൊരു എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യം എന്താണ്? അവരുടെ പെർഫോമൻസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ അവർക്ക് പരിശീലനം കൊടുക്കുന്നത്. എല്ലാ മേഖലയിലും പരിശീലനം, പേഴ്സണൽ ആയിട്ടും അല്ലെങ്കിൽ എന്താണ് വർക്ക് ഭാഗമായിട്ടും എന്താണ് അവർക്ക് പ്രത്യേക രീതിയിലുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് on the current job or make them ready for an intended job. Primary purpose of training are to be increased. അപ്പൊ ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പൊ ഈ പാരഗ്രാഫ് കൂടി നോട്ട് ചെയ്യുക. പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ്. എന്താണ് ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്? ട്രെയിനിങ് പരിശീലനം കൊടുക്കാന്ന് പറയുന്നതിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പരിശീലനം കൊടുക്കേണ്ട കാര്യം? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി അല്ലെ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ്? അപ്ഗ്രേഡ് ക്വാളിറ്റി. ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. To help an organization fulfill its future personal needs. എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ഭാവിയിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക പരിശീലനങ്ങൾ നൽകുന്നു. ഇംപ്രൂവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ് അല്ലെ. ആ ഓർഗനൈസേഷൻ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനങ്ങൾ നൽകുന്നു. പിന്നെന്താണ്? ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഇത് മാത്രമല്ല അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമുള്ള പരിശീലനങ്ങൾ അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ എന്താണ് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയും എന്താണ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ അതിനും വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങളും നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു വാക്ക് വേണ്ട കേട്ടോ. ടു ഇംപ്രൂവ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് മതി കേട്ടോ. ഇത് വെട്ടിയിട്ട് ടു ഇംപ്രൂവ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് മതി. ഇത് വെട്ടാ. ഒബ്സലൻസ് പ്രിവെൻഷൻ ആൻഡ് ഫോർ വെട്ടിയിട്ട് to improve personal growth എന്നാക്കാട്ടോ. To improve personal growth. Okay. എന്താണ്? To improve health and safety and to improve
പേഴ്സണൽ ഗ്രോത്ത് അവരുടെ പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരത്തിലെ പരിശീലനങ്ങൾ കൊടുക്കുന്നതിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ സാധ്യമാകുന്നു. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് വാട്ട് ആർ ദ പേർപ്പസ് ഓഫ് ട്രെയിനിങ്. പ്രൈമറി പർപ്പസ് എന്താണ് ട്രെയിനിങ്ങിന്റെ? Increase productivity, to upgrade quality, to help an organization fulfill their personal needs, right? To improve organization climate. To improve health and safety. To improve health and safety and to improve personal growth. And to improve personal growth. ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് അതൊരു പരിശീലനം കൊടുക്കുന്നതിലൂടെ എന്താണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത് ട്രെയിനിങ് എംപ്ലോയീസ് ട്രെയിനിങ് ക്ലിയർ ആണോ? ഈ പോയിന്റുകൾ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാമഡ് ബിഹേവിയർ. അണ്ടർലൈൻ ചെയ്യാം. ആദ്യത്തെ പാരഗ്രാഫ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. It is the application of knowledge. Underline. It is the application of knowledge. ആ ജീവനക്കാർക്ക് ആ ട്രെയിനേഴ്സ് എംപ്ലോയീസിന് എന്താണ് അവെയർ കൊടുക്കുന്നത്? മേക്സ് പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു മാനേജ് ദെയർ ബിഹേവിയർ. അണ്ടർലൈൻ ചെയ്യാട്ടോ. മേക്സ് പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു മാനേജ് ദെയർ ബിഹേവിയർ. It tries to refine their performance at the current job or make them ready for the intent job. Okay. Yes, നമുക്ക് സ്റ്റെപ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ട്രെയിനിങ് പ്രോഗ്രാമിന് എന്തൊക്കെ സ്റ്റെപ്സിലാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എടുത്ത് അത്രയും പഠിക്കുക കേട്ടോ. എടുത്ത് അത്രയും ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സില്. ഇന്റർവ്യൂ തുടങ്ങി നോക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ: പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, സെപ്പറേഷൻസ്, എംപ്ലോയീസ് ട്രെയിനിങ്. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. Thank you.